ഫസൽ ഗഫൂർ. ഫസൽ ഗഫൂർ, ശരിയാണ്, എക്സിറ്റ് പോൾ ഫലങ്ങളെ ആരും ഇത് യാഥാർത്ഥ്യത്തോട് 100% നീതി പുലർത്തുന്ന ഒന്നാണ് എന്ന് പറയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കതിൽ കൗതുകം? ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതായി പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന ഒരു ഫലമാണ് 4-ാം തീയതി വരാൻ പോകുന്നത് എങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എന്താണ്? അല്ല, എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മളെ ഭാഗത്തെ ആൾക്കാർക്ക് ഇരുന്നിട്ട് പഠിക്കാനും അത് അനലൈസ് ചെയ്യാനും നമ്മൾ പറയാമല്ലോ, നമ്മളൊരു ഗാമ്പിൾ ചെയ്യാനൊക്കെ പറ്റും. അല്ല, അതിൽ അപ്പുറത്തായിട്ടൊന്നും വലിയ കാര്യമില്ല. ഇന്ത്യയിലെ എക്സിറ്റ് പോളുകളുടെ മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 40% എക്സിറ്റ് പോൾസ് വെർ റോങ്. മേജർ ഇന്ദിരാഗാന്ധി, ഫോർ എക്സാമ്പിൾ, ഇന്ദിരാഗാന്ധി എമർജൻസിക്ക് ശേഷം റോങ്. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഷൈനിങ് റോങ്. അങ്ങനെ ഒരുപാട് എക്സിറ്റ് പോളുകൾ വളരെ തെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോൾ, പക്ഷേ നമ്മൾ എക്സിറ്റ് പോളിന് അവലോകനം ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതിലപ്പുറത്തോട്ടൊന്നുമില്ല, അവിടെ തല്ലിവിടാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമ്മൾ പാടുന്നത്. അതിനിടയിൽ ഞാൻ മിസ്റ്റർ സജീഷിനെ ഒന്ന് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഈ 2 ദിവസമായിട്ട് ലക്ഷം കോടി രൂപയാണ് ഉയർന്നിരിക്കുന്നത്. അതിൽ ഉള്ള പ്ലെയേഴ്സിന്, അതിൽ ഇടപെടുന്ന ആൾക്കാർക്ക് വലിയ ലാഭം കൊഴിയാനായിട്ടുള്ളൊരു സന്ദർഭമാണ്. ഇതപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യാമല്ലോ. മാത്രമല്ല, ഇതിൽ ഒരുപാട് ഇന്ത്യ ടുഡേയൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, അറിയപ്പെടുന്ന എക്സിറ്റ് പോളുകളാണ്. അല്ലെങ്കിൽ ചാണക്യൊക്കെ. ഇതിൽ ഒരുപാട് പുതിയ എക്സിറ്റ് പോളുകളൊക്കെ വന്നിട്ടുണ്ട്, എന്തോ പറഞ്ഞുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ എക്സിറ്റ് പോളുകളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ എക്സിറ്റ് പോൾ ഇല്ലാതെ തന്നെ ചർച്ച ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി കേരളത്തിൽ അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, അഭിം പറഞ്ഞ മാതിരി തന്നെ, അതിനങ്ങനത്തെ ഒരു ഫാക്ടർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു ഫാക്ടർ അതിപ്പോൾ ഉണ്ടായാലോ നമുക്കറിയില്ല. കഴിഞ്ഞ ലോക്സഭയിൽ UDF തൂത്തുവാരി, പിന്നെ മറ്റേ അസംബ്ലിയിൽ LDF തൂത്തുവാരി. അപ്പോൾ ഇവിടുത്തെ UDF LDF കളി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഒന്നോ രണ്ടോ സീറ്റിൽ കടുത്ത മത്സരമൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രഗത്ഭരായ കാൻഡിഡേറ്റുകൾ തന്നെയാണ് UDF-ഉം LDF-ഉം അവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 27% എന്നൊക്കെ പറഞ്ഞത് ഒരു മനപ്പായസം മാത്രമാണ്, അതിലോട്ട് പോകുന്നില്ല. പിന്നെ അത് ചാടിക്കയറിയിട്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ തീരെ നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. അതിലൊന്ന് പറയുന്നത്, ഇവർ മുസ്ലിം പ്രീണനം കാരണം ഒരു ഷിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഷിഫ്റ്റ് ഒരു നിയോജകമണ്ഡലത്തിലോ 2 നിയോജകമണ്ഡലത്തിൽ മാത്രമായിട്ട് ഒക്കില്ലല്ലോ. രണ്ടാമത് ക്രൈസ്തവ വോട്ടുകൾ അങ്ങോട്ട് മാറിയിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അതുകൊണ്ടാണ് ഈ 10, 12, 14% കൂടിയെന്നൊക്കെ. ചിലപ്പോൾ കൂടിക്കൂടാമെന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ ഇലക്ഷനിൽ കൂടാം. പക്ഷേ 27% എന്നൊരു ഫിഗർ എന്ന് പറയുമ്പോൾ LDF-ന് അടുത്ത് നിൽക്കുന്ന ഫിഗറാണ് ഇവർ പറയുന്നത്. LDF 27%, 29%, ഇവർ 27%. ഞാൻ വായിച്ചു.